ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. സംഭവം ഒരു അച്ചാറാണെങ്കിലും നമ്മുടെ ബിരിയാണി നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ. അതായത് മധുരമാണ് ഇത്. അച്ചാറല്ല, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ ഒരു ഡിഷാണ് അത്. ഈ ബിരിയാണിക്കും നെയ്ച്ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ ബെസ്റ്റാണെന്ന് മാത്രം. ഞാൻ ഇന്നിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, നെയ്ച്ചോറിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം നമ്മുടെ പുതിന അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിയില അരിഞ്ഞത്, പിന്നെ ഇതേ നമ്മുടെ ബിസ്ത ഇല്ലേ നെയ്ച്ചോറിന് വറുത്ത് വെച്ച ഉള്ളി, ഒരു 2-3 ടേബിൾ സ്പൂണോളം ആ ഉള്ളിയാണ് കേട്ടോ. മറ്റേ പച്ച ഉള്ളി ഞാൻ വഴറ്റാറില്ല, ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. പിന്നെ ക്യാരറ്റ് പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ പിള്ളേരൊന്നും ക്യാരറ്റൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെയാകുമ്പോൾ അങ്ങനെയെങ്കിലും ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നെയ്ച്ചോറുണ്ടല്ലോ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അപ്പം ആ ഒരു ഫ്ലേവർ വേണമെന്നുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് കഴിക്കാൻ അച്ചാറില്ലല്ലോ എന്ന്. പിന്നെ ചിക്കൻ കറി ഇത് അടുപ്പത്ത് നിന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും മധുരമുള്ള അച്ചാർ വേണം കേട്ടോ. എനിക്ക് ഈ സാലഡ് പപ്പടം അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അച്ചാർ വേണം കേട്ടോ, മധുരമുള്ള അച്ചാർ. അപ്പോൾ അതിന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അന്നേ സേവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മാങ്ങ ഇതേ പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത്. പക്ഷേ ഒരെണ്ണം എൻ്റെ അടുത്തുള്ളൂ, അതുകൊണ്ട് ഈ ഒരെണ്ണത്തിൽ ഞാനിപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് എനിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, എനിക്ക് ആ നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ. അപ്പോൾ ഇതേ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത് പെട്ടെന്ന് നമ്മുടെ മാങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ആ ചെറിയ ഗ്രേറ്റർ മാറ്റിയിട്ട് ഞാൻ ഈ വലിയതിലേക്ക് എടുത്തു കേട്ടോ. കാരണം നമുക്കിത് വേവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോവില്ലേ. അപ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഈ വലിയ ഗ്രേറ്റർ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, തൊലി കളയാണ്ട് ചെയ്യുമ്പോഴാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ നമ്മൾ വേവിക്കുമ്പോൾ അതൊരു പേസ്റ്റ് പോലെ ആവാതിരിക്കും. ഇടക്ക് ആ തൊലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കുറച്ച് കടിക്കാൻ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തൊലി കളയാത്തത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചിരണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും പണിയില്ല, പെട്ടെന്ന് തന്നെ കടുക് പൊട്ടിക്കുക. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. ആ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് നേരം അങ്ങ് വഴറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പൊക്കെ കുറച്ച് അധികം തന്നെ വേണ്ടി വരും കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, എരിവ് പാകത്തിന് എരിവ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പക്ഷേ അച്ചാർ ഉണ്ടാക്കി കഴിയാറായപ്പോഴേക്കും എനിക്ക് ആ എരിവ് ഒട്ടും പോരാൻ തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നീട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പും അതേപോലെ തന്നെ നമ്മൾ ഒരു ഇത്തിരി അധികം ഇട്ട് കൊടുക്കണം, അപ്പോഴേ അത് പാകമായിട്ട് വരുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്, പിന്നെ മധുരമൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് പോലും ഒഴിച്ചില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് അത് അവിടെ അടച്ച് മൂടി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് മധുരത്തിന് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു, എന്നിട്ട് നോക്കിയിട്ടാണ് പിന്നെ ചേർത്ത് കൊടുത്തത്. കാരണം അത്യാവശ്യം നല്ല അളവിലും ഒരു ഏകദേശം 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കിയപ്പോഴേക്കും കുറവെന്ന് തോന്നി. നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായിട്ട് നോക്ക്, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വറ്റിയിട്ട് വന്നു. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഹൽവ പോലെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ. ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നോക്ക്, ഇതാണ് സംഭവം. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് എടുത്തപ്പോഴേക്കും ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ചോറ് എല്ലാം അവരൊക്കെ കഴിക്കാൻ തുടങ്ങി. എനിക്കിതാവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായി തണുത്താറിയതിന് ശേഷം മാത്രമേ കുപ്പിയിൽ ഇട്ട് വെക്കുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇതിനും കഴിക്കാം എന്നാരോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിരുന്നു നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ആറിക്കഴിഞ്ഞപ്പോൾ ഇതേ കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കാം. അതല്ല വെച്ചാൽ വെറുതെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കഴിച്ചാലും മതിയാവില്ല. ഞാൻ കുറച്ച് കുപ്പിയിലാക്കി വെച്ചിട്ട് ബാക്കി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് മുഴുവനും ഞാൻ കുപ്പിയിലാക്കി വെച്ചില്ല, ബാക്കി ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കഴിക്കാൻ തുടങ്ങിയാണ്ടല്ലോ സത്യം പറഞ്ഞാൽ അസിഡിറ്റി ഉള്ളവർക്ക് കുറച്ച് പ്രശ്നമാവും കേട്ടോ. കാരണം ഇത് കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നിർത്തില്ല, അത്ര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്ര അടിപൊളി റെസിപ്പിയാണ്. പിന്നെ അസിഡിറ്റി കൂടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും എനിക്ക് അസിഡിറ്റി ഉണ്ട്, പക്ഷേ എന്തായാലും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർത്താൻ പറ്റിയില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.